ഓക്കെ, അപ്പോൾ കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിരുന്നു. എന്തായിരുന്നു? നമ്മൾ സിറ്റുവേഷണൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് എന്ത് ചെക്ക് ചെയ്യണം? ഐഡന്റിഫൈയിങ് ദ വേരിയബിൾസ്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഈ വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? What is the second part? Identifying the Conditions. അല്ലേ? Identifying the conditions. The condition. What are these conditions? These conditions are the situations which actually forms the equation. അല്ലേ? അല്ലേ? Yes. അടുത്ത തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമിങ് ഇക്വേഷൻ യൂസിങ് ദ കണ്ടീഷൻസ്. അല്ലേ? ഇക്വേഷൻസ് യൂസിങ് ദ കണ്ടീഷൻസ്. പിന്നെ സോൾവിങ് ഓഫ് ഇക്വേഷൻ ഇറ്റ് ഇസ് അത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ഇറ്റ് ജോമെട്രിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സോൾവ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഫൈൻഡ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആൾജിബ്രായിക് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദി സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഫോം ദ ഇക്വേഷൻസ് ദാറ്റ് ആൾ. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വേണം ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട് വിൽ ഡിസൈഡ്. അപ്പോൾ നിങ്ങളടുത്ത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ യു ഹാവ് ടു മെത്തേഡ്സ് ടു സോൾവ്. വിച്ച് ആർ ദം? വൺ ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഓർ ജോമെട്രിക്കൽ മെത്തേഡ്. അല്ലേ? ഗ്രാഫിക്കൽ ഓർ ജിയോമെട്രിക്കൽ മെത്തേഡ് രണ്ടും ഒന്ന് തന്നെയാണ്. ജിയോമെട്രിക്കൽ മെത്തേഡിലോ ഗ്രാഫിക്കൽ മെത്തേഡിലോ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡാണ് ആൾജിബ്രൈക് മെത്തേഡ്. ആൾജിബ്രൈക് മെത്തേഡിൽ നിങ്ങൾക്ക് എത്ര മെത്തേഡ്സ് ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട്? വി ഹാവ് ടു മെത്തേഡ്സ്. അല്ലേ? ഏതൊക്കെയാ? Substitution and elimination. Substitution and elimination. Okay, so we have these two methods. But this is what we learned till now. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കൂ എന്താ പറയണ. അഫ്താബ് tells his daughter, 7 years ago I was 7 times as old as you were then. Also, there 3 years from now, I shall be 3 times as old as you will be. So, represent this situation algebraically and graphically. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം യു ആർ സപ്പോസ് ടു സോൾവ് ദിസ് ഇക്വേഷൻ. മനസ്സിലായില്ലേ? കാരണം ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആക്ച്വലി യു ഗെറ്റ് വെദർ ദാറ്റ് പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇക്വേഷൻസ് പ്രോസസ് പിന്നെ യൂണിക് സൊല്യൂഷൻ ആണെങ്കിൽ യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദ യൂണിക് സൊല്യൂഷൻ ഇൻ ദാറ്റ്. ഇനി പാരലൽ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും there is no solution for that. But anyway, this the situation. ഇതൊന്ന് വായിച്ചേ. നമുക്ക് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താ? ഐഡന്റിഫൈങ് വേരിയബിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് ആ അൺനോൺസ് വിച്ച് ആർ ടു ബി ഡിറ്റർമിൻഡ്. അല്ലെ? നമുക്ക് ഇവിടെ എന്താണോ ആ കണ്ടുപിടിക്കേണ്ടത് അത് ഇതിനകത്തുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്താ പറഞ്ഞിങ്ങനെ? 7 years ago I was 7 times as old as you were then. Who said that? Aftab. Aftab tells his daughter. Also 3 years from now I shall be 3 times as old as you will be. This is a statement made by Aftab. So what is unknown in this? Age. Yeah, they were actually discussing about what? It is actually the age of Aftab and age of his daughter. Am I right? ഇവിടെ അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? അവരുടെ വയസ്സിനെ കുറിച്ചിട്ടല്ലേ അവർ പറയുന്നത്. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വയസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ വേരിയബിൾ എന്തായിരിക്കും? കാരണം ആ വയസ്സിന്റെ വേരിയേഷൻ ആണ് പറയുന്നത്. 7 years ago I was 7 times as old as you were then എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേരിയേഷൻ. ആൻഡ് 3 years from now I shall be 3 times as old as you will be എന്ന് പുള്ളി പറയുമ്പോൾ what actually he denotes here is none other than what? The ages of what his age and his daughter's age. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ,
What are the variables here? How do we define the variable here? എന്തായിരിക്കും? പറഞ്ഞു എങ്ങനെയാ ഏജ് ഡിഫൈൻ ചെയ്യുക ഇവിടെ? പെട്ടെന്നാവട്ടെ. നിങ്ങൾക്ക് ഒരു സജഷനും ഇല്ല? നിങ്ങൾ ഒന്ന് ട്രയൽ ചെയ്ത് നോക്ക്. Taking Aftab's present age as X and his daughter's present age as Y. വെരി ഗുഡ്. അപ്പോ അഫ്താബ് ഏജ്, ഇപ്പോ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് അഫ്താബ്സ് ഏജ് ആസ് ലെറ്റ് ഏജ് ഓഫ് അഫ്താബ്, ഏജ് ഓഫ് അഫ്താബ് ബി എക്സ് എന്ന് ഞാൻ എടുത്തു. ആൻഡ് ഹിസ് ഡോട്ടർ ബി വൈ ഇങ്ങനെ എടുത്തു. ഇപ്പൊ പറഞ്ഞ അപ്പോ ഹലോ പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്. ആരതാണെന്നാലും അഫ്താബ് ബി എക്സ് ആൻഡ് ഡോട്ടർ ബി വൈ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം. അല്ല, ഒരു സൗണ്ട് വന്നായിരുന്നല്ലോ. ഓക്കെ, അഫ്താബ് ബി എക്സ് ആൻഡ് ഡോട്ടർ ബി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ആൻസർ പറഞ്ഞ കുട്ടി ആരാ? ഹനയാണോ പറഞ്ഞേ ആൻസർ? ഹന പറഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ ആ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എടുത്തില്ല. ഞാൻ പകരം ഞാൻ അതിനെ ഇങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ എന്താണ്, വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദിസ്? ഹന മനസ്സിലാക്കി അങ്ങനെ പറയുന്നതാണ് അതിൻ്റെ ശരിയെന്ന്. എന്തായിരിക്കും ഇവിടെ മിസ്സിങ്? ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്യാതെ, ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. എന്താണെന്നറിയാം, when you define something it must be very precise. വളരെ ക്ലിയർ ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കണം. അല്ലാതെ നിങ്ങളിങ്ങനെ കാട് കയറി എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ വളരെ കൃത്യമായ ഡെഫിനിഷൻ ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. യു ഷുഡ് ഐഡന്റിഫൈ ദ വേരിയബിൾ ആൻഡ് യു ഡിഫൈൻ ഇറ്റ് വെരി ക്ലിയർലി. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ കൊടുക്കുമ്പോ ഞാൻ ഏജ് എന്ന് പറയുന്നത് ഇപ്പം പല ഇപ്പോഴാണെങ്കിൽ പല സമയത്ത് പറയുന്നുണ്ട്. കറക്റ്റ് സമയത്ത് പറയണം. അതാണ് നമ്മൾ ആ ഏജിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ടേക്കൻ ആസ് ദ പ്രസന്റ് ഏജ്, ബിക്കോസ് ഫ്രം ദ പ്രസന്റ് ഏജ് ഓൺലി ഷീ ഓർ ഹി കമ്പയർഡ് ദെയർ ഏജസ്. നോക്ക്, ബിക്കോസ് 7 years ago മീൻസ് ഫ്രം സംവെയർ ഹിയർ നൗ he made this statement. കാരണം ഇപ്പോഴും നിന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ 7 വർഷം മുമ്പുള്ള കഥ. So the present age is taken as a reference here. So that should be in your mind. When you read the statement, that also should be read. എന്താ കാര്യം? നിങ്ങൾ പ്രസന്റ് അതാണ് പല സമയത്ത് പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായ ഡെഫിനിഷൻ വേണം. അപ്പൊ ഇവിടെ നമ്മൾ ഹന പറഞ്ഞ കറക്റ്റ് ആണ്. എന്താണ് അഫ്താബ് ഏജ് ഓഫ് അഫ്താബ് ബി എക്സ് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. പകരം എന്ത് പറയണം? ലെറ്റ് ദ പ്രസന്റ് ഏജ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസന്റ് ഏജ് ഓഫ് അഫ്താബ് ബി എക്സ് എന്ന് തന്നെ പറയണം. ആൻഡ് ഹിസ് ഡോട്ടർ മീൻസ് ഡോട്ടേഴ്സ് പ്രസന്റ് ഏജ് ബി വൈ. അപ്പം we have taken the variables as what? The present ages of Aftab and his daughter. So X and Y are the present ages of what? The Aftab and his daughter. Now 7 years ago, so the variable is redefined. Because the next thing is what? Next thing we know, endana? Identifying the conditions which makes the equation. അല്ലേ? ആ കണ്ടീഷൻസ് ആണ് നമ്മൾ കണ്ടെത്താനുള്ളത്. അപ്പൊ നമ്മൾ ഇതെടുത്ത് വായിക്കുമ്പോൾ യു ക്യാൻ സീ ദ 2 conditions here. The first condition is which one? 7 years ago I was 7 times as old as you were then. 7 വർഷം മുമ്പുള്ള കഥയാ പുള്ളി പറയുന്നത്. എന്താ? I was 7 times as old as you were then.
7 വർഷം മുമ്പ് നിന്റെ മകളുടെ വയസ്സിന്റെ 7 ഇരട്ടി വയസ്സിന്റെ ഉണ്ടായിരുന്നു. 7 ടൈംസ് ഉണ്ടായിരുന്നു ഞാൻ. ബട്ട് എപ്പോഴാ? ഇറ്റ് ഈസ് 7 years ago. And also he said 3 years from now means ഇവിടെ നിന്ന് 3 വർഷം കഴിഞ്ഞാൽ I shall be 3 times as old as you will be. എന്തായിരിക്കും? നിന്നെക്കാളും നിന്റെ വയസ്സിന്റെ 3 ടൈംസ് ആയിരിക്കും എൻ്റെ വയസ്സ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം നമുക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റേറ്റഡ് ഫ്രം ഹിസ് പ്രസന്റ് ഏജ്. അപ്പോൾ ഈ വേരിയബിൾ വെച്ച് നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദർ ഈസ് എ കറക്ഷൻ ഇൻ ദ വേരിയബിൾ. എന്താണ്? ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി മെയ്ഡ് ഓൺ എ ടൈം വിച്ച് വാസ് ആക്ച്വലി 7 years ago. 7 വർഷം മുമ്പുള്ള ഒരു കഥയാ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ വയസ്സ് ഇപ്പോ എത്ര? 17 ആണെന്ന് വെച്ചോ. സോ വാട്ട് കുഡ് ബി മൈ ഏജ് 7 years ago എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 17 minus 7. 17 minus 7 വരണം. 10 വയസ്സുള്ള സമയത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നതെന്ന് അർത്ഥം. അപ്പോൾ ആ വേരിയേഷൻ സിൻസ് 17 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി പർട്ടിക്കുലർ, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ബട്ട് ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലാണ് ആ വേരിയേഷൻ നമ്മൾ അസിമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 7 years ago ഉള്ള ഒരു കഥ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ വേരിയബിൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. വാട്ട് കുഡ് ബി വാട്ട് ദാറ്റ് പ്രസന്റ് ഏജ് ഓഫ് Aftab is taken as what x, then 7 years ago the age will be x minus 7. ശരിയല്ലേ? Yes. And what about the age of his daughter at that time? Y minus 7. It would be it must be 7 Y minus minus 7. So these were the ages of what? Aftab and his daughter 7 years ago. Now the relation between that variable is given. What is that relation? I was 7 times as old as you were then. Who was? The Aftab was. So what was Aftab age 7 years ago? It was x minus 7. And this was 7 times as old as you were then. And her age was y minus 7. So 7 times as old as you means 7 into Y minus 7. y minus 7. Correct? See, we formed the equation. So we can actually simplify this situation. X minus 7 which is equal to 7y minus 49. 49. That is x minus 7y equal to this negative 49 plus 7, which is equal to x minus 7y equal to negative 42. This is equation number 1, or the algebraic statement we made with the first statement. Alle? Appo idupole thanne, what about the other condition? What is the second condition here? 3 years from now. 3 years from now. After 3 years. Alle? After 3 years, what may be the ages? X plus 3 and Y plus 3. The ages are actually redefined, or the variable is redefined as x plus 3 and y plus 3. And the relationship between the variable is also given. I shall be 3 times as old as you will be. Means, who is that? Aftab. Who is Aftab? Aftab's age is x plus 3. Aftab's age will be x plus 3 after 3 years. So, his daughter's age will be y plus 3. Then the relation between these variable is given. What is that? X plus 3 is equal to 3 into Y plus 3. 3 times as old as. Very good. 3 into y plus 3. That is x plus 3 equal to 3y plus 9. So x minus 3y equal to 9 minus 3, or x minus 3y equal to 6. Equation number 2. So we formed both the equations here. Now the rest is actually with you only. Represent the situation graphically means you can go for representing this in graphical way, because we know how to represent it graphically. And this is the situation we represented algebraically. But ningalde aduthu graphically idu represent cheyanonnum multiple choice chogilla, but the algebraic representation of this may be asked. Appo avaru ee rendu equation adinathu itteyക്കാം. appo ningalku adu cheyidu kodukendi varum. Okay, നമുക്ക് move to next question. അടുത്ത ക്വസ്റ്റ്യൻ വേണോ? The coach of a
cricket team buys 3 bats and 6 balls for rupees 3,900. Later she buys another bat and ball. അത് ഞാൻ വിടുന്നു, കാരണം നമ്മൾ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് ആദ്യ തുടക്കത്തിൽ. ദ കോസ്റ്റ് ഓഫ് 2 കിലോഗ്രാം ആപ്പിൾസ് 1 kg grapes, ദാറ്റ് ആൾസോ ജസ്റ്റ് ലീവിങ് ബിക്കോസ് വി നോ, നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. രണ്ട് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, അടുത്തത് Ten students of class 10 took part in a mathematics quiz. If the number of girls is four more than the number of boys, find the number of boys and number of girls who took part in the quiz. It's very interesting because ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വേരിയബിൾ തന്നെ അവർ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. വാട്ട് ആർ ദ വേരിയബിൾസ് ഹിയർ? എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരു ടിപ്പായിട്ട് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാ. വാട്ട് ആർ ദ വേരിയബിൾസ് ഹിയർ? എന്താണ് ഇവിടുത്തെ വേരിയബിള്? Number of boys and number of girls. Number of boys and number of girls. Because that is actually the thing to be determined. അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും ഭൂരിഭാഗം ക്വസ്റ്റ്യനിലും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ലെറ്റ്സ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ് ആൻഡ് number of girls be y. If the number of boys be x and number of girls be y, then tell me, now next step is what? We define the variable. Pakka definition is given. അടുത്ത നമുക്ക് വേണ്ടത് എന്താ? Conditions for forming the equation. The first condition is actually searching for the relationship between the variable. Can you identify the first condition from this statement? 10 students of class 10 took part in the mathematics quiz. If number of girls is 4 more than the number of boys. So this is one relation, that's okay. This relation നമ്മൾ help ചെയ്യുന്നു മനസ്സിലായി. So this is one relation. എന്താണ്? If the number of girls is 4 more than the number of boys. So that's a relation between these variables. So you find first. Sir, x plus y is equal to 10. Very good. That is also a hidden what condition? Because total number of students is what? 10. And it is given as 10. It means when we know the number of student as x and number of girl as boy, that what is that? X plus y is this 10. Correct? അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് കണ്ടീഷൻ ആണ് ഈ ക്ലിയർ ആയിട്ട് തന്നിരിക്കുന്നത്. If the number of girls is 4 more than the number of boys. അത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് തന്നിട്ടുണ്ട്. എന്താ അത്? 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സിനേക്കാളും 4 കൂടുതലാണ് ആര്? നമ്പർ ഓഫ് ഗേൾസ്. സോ വി നോ ദ നമ്പർ ഓഫ് ബോയ്സ്, ദാറ്റ് ഈസ് എക്സ്. അതിനേക്കാൾ 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ ഹൗ ഡു വി റെപ്രസെന്റ് ദാറ്റ്? സി നമ്പർ ഓഫ് ബോയ്സ് എത്രയാ? എക്സ്. Y is equal to x plus 4. 4 more than number of boys means x plus 4. And what is that? It is the number of girls. It is the number of girls. That is y. So we got the second equation. So we have both the equations. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്ത് ഹിഡൻ ആയിട്ടാണ്. ഹിഡൻ എന്നല്ല, നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യാത്ത രീതിയിലാണ് ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത്. ബട്ട് ബോത്ത് ദ കണ്ടീഷൻസ് ആർ സ്റ്റേറ്റഡ് ഹിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 pencils and 7 pens took. അത് നിങ്ങൾ ചെയ്യും. Okay, let's move to the another question. Half perimeter of a rectangular garden whose length is 4 meter more than its width is 36 meter. Find the dimensions of the garden. So it's a rectangular garden anyway. It's a rectangular garden with
its length L and breadth B are there. Half the perimeter. So what is that definition of variable here? എന്താ നമുക്ക് എടുക്കാൻ പറ്റുക? പെട്ടെന്ന് പറഞ്ഞോ, എനിക്ക് സമയമില്ല, പെട്ടെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോ. ലെറ്റ് L be the length and B be the breadth. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് നമ്മൾ പോകുന്നത് കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ്. ഹാഫ് പെരിമീറ്റർ of the garden. Half perimeter of the rectangular garden is given. What is that half perimeter of the rectangular garden? L plus B. Half perimeter is 2 into L plus B by 2. That is L plus B. Perimeter is 2 into L plus B. Am I right? And the whole divided by 2 is half the perimeter. So what she said is correct. It is L plus B. Okay. Half perimeter means it is L plus B. Okay. Now, L plus B is given. What is that L plus B? Half the perimeter of a rectangular garden. And there is an adjective here. What is that? Whose length is 4 meter more than its width. അതിന്റെ വിഡ്ത്തിനേക്കാളും 4 മീറ്റർ കൂടുതലുള്ള ലെങ്ത് ഉള്ള ഒരു സാധനമാണ്. 4 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ആണ്. അതിന്റെ പെരിമീറ്ററിന്റെ പകുതി എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് 36. ദാറ്റ് ഈസ് L plus B is equal to എന്താണ്? 36 meter. So this is equation number 1. And in search of the second condition, we can see that whose length is 4 meter more than its width. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ length 4 meter more than its width. How do we represent that? വിഡ്ത്തിനേക്കാളും 4 meter കൂടുതൽ എന്ന് പറഞ്ഞാൽ B plus 4 അല്ലേ? What is that? Its length. B plus 4. That is equal to plus B is equal to 36. Okay. So we have this. And substitute it and get the value of L and B for the dimensions. So this is actually framing what? Linear equations and that algebraic conditions for the given situation. Adutha. Okay. The difference between two numbers is 26 and one number is 3 times the other. Find them. So നമുക്കിവിടെ മനസ്സിലായി we have two numbers. അപ്പോൾ let x and y are the numbers. നമുക്ക് അതങ്ങനെ എടുക്കാം. X, y. We have two numbers. And difference between the two numbers. So the first condition is what? X minus y is equal to 26. Okay. X minus y is equal to 26. One number is 3 times the other. So this statement has an influence on this difference. എന്തായിരിക്കും ആ ഇൻഫ്ലുവൻസ്? പറയാമോ? X is the bigger number. Very good, very good. Because one number is 3 times the other എന്ന് പറയുമ്പോൾ we have a positive difference here. So that means that x is bigger and y is smaller. So we have to choose in that way this condition. But one number is 3 times the other means x should be bigger. Means x is equal to 3 times that of y എന്ന് നമ്മൾ എടുക്കേണ്ടി വരും. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നെഗറ്റീവായി വരും. അതാണ് പ്രശ്നം. അപ്പം സിൻസ് x minus y is taken, we have to take x as the bigger one. So x is equal to 3 times the other. That is the second condition. Okay? Clear? Is that okay? Yes, sir. Okay. Then the next is the larger two. Okay. Noku. The larger of two supplementary angles exceeds the smaller by 18 degrees. Find them. Larger of two supplementary angles. What are supplementary angles? Some 180 വരുന്നത്. Very good. അതിന്റെ അതുപോലെ തന്നെ മറ്റൊരു പെയർ ഓഫ് ആംഗിൾസ് ഉണ്ടല്ലോ നമുക്ക്. എന്താ അത്? Sum 90 വരുന്ന കോംപ്ലിമെന്ററി. Complementary means their sum is equal to 90. പിന്നെ ലീനിയർ പെയർ വരുന്നുണ്ട്. That is their sum is equal to 180. That is adjacent ആംഗിളും ആയിരിക്കണം. ഒപ്പം തന്നെ
അതായിരിക്കണം അതിൻ്റെ സം 180 ആണെങ്കിൽ മാത്രമേ അതിന് ലീനിയർ പെയർ എന്ന് വരുള്ളൂ. An adjacent angle, pair of adjacent angles with sum 180 degree is called linear pair. Okay. അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് നിങ്ങൾ പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ അത് ഇവിടെ ഉപയോഗിക്കപ്പെടേണ്ടി വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ ഫൈൻഡ് ദം എന്ന് പറയുമ്പോഴത്തേക്ക് വി നോ ദാറ്റ് ലെറ്റ് ദ ആംഗിൾസ് ബി വാട്ട് എക്സ് ആൻഡ് വൈ. സോ ദ ഡെഫിനിഷൻ ഓഫ് വേരിയബിൾ ഈസ് ഓവർ. ദർ ആർ ടു ആംഗിൾസ് ആൻഡ് ദർ നെക്സ്റ്റ് വി ആർ ഇൻ സെർച്ച് ഓഫ് ടു കണ്ടീഷൻസ്. ഒരു കണ്ടീഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആംഗിൾസ് എക്സീഡ്സ് ദ സ്മോളർ ബൈ 18. ബിക്കോസ് എനിവേ രണ്ടും ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആയിരിക്കുമല്ലോ. ആൻഡ് ദ സ്മോളർ വൺ പ്ലസ് 18 ആയിരിക്കും ദ ബിഗർ വൺ, ഓർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് 18. അല്ലെ, അങ്ങനെയല്ലേ ഇതിൻ്റെ അർത്ഥം. ടു സപ്ലിമെന്ററി ആംഗിൾസിൽ വൺ എക്സീഡ്സ് ദ സ്മോളർ വൺ ബൈ 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 18 കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either you take it as x minus y is equal to 18 or x is equal to y plus 18, whatever it is. In both way you can represent that statement. Yes or no? ഇത് രണ്ടും ട്രൂ ആണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ, ഒരെണ്ണം കൂടെ വേണ്ടേ, ഒരു കണ്ടീഷനും കൂടെ വേണ്ടേ? What is that? X plus y equal to 180. Very good. That is actually coming from this word. What? The angles are supplementary. They are supplementary means their sum is equal to 180 degree. And x minus y is equal to 18 is the second equation we have. So you have two equations here now. 1, 2. Use these equations to solve what are x and y. അത് ഡിപ്പെൻഡ്സ് ഓൺ, ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഫൈൻഡ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും, ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുക. ആൻഡ് സോ സോൾവിങ് ഇൻ ദീസ് ഇക്വേഷൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാം. അടുത്ത ക്രിക്കറ്റ് കോച്ച് ബൈ 7 ബാറ്റ്സ് ആൻഡ് 6 balls for rupees. ഇത് സെയിം അല്ലേ, ചെയ്യാൻ പറ്റില്ലേ? സോറി, ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഹലോ, സ്പീഡ് കൂടി പോകുന്നുണ്ടോ? No, sir. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, sir. ഓക്കെ ഓക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഞാൻ പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. The taxi charges in a city consist of a fixed charge together with a charge for the distance covered. For a distance of 10 km, the charge paid is rupees 105, and for a journey of 15 km, the charge paid is rupees 155. What are the fixed charges and the charge per kilometer? And how much does a person have to pay for traveling a distance of 25 kilometers? So we have some two questions in this. One is actually you are asked to find the fixed charge and the charge per kilometer. Another one is what amount to be given to a person, given to the taxi as a taxi fare to by a person who traveled a distance of 25 kilometers. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ വേരിയബിൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഇത് വളരെ ഈസിയാണ്, കാരണം എന്താ, വേരിയബിൾ ഇറ്റ് ഈസ് ഓൾറെഡി ഡിഫൈൻഡ്, പക്കായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ അത്? വാട്ട് ആർ ദ ഫിക്സഡ് ചാർജസ്? അപ്പം നമുക്ക് എന്തെടുക്കാം? ലെറ്റ് എക്സ് ബി ദ ഫിക്സഡ് ചാർജ് ആൻഡ് വൈ ബി ദ ചാർജ് പെർ കിലോമീറ്റർ. ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രോബ്ലത്തിലേക്ക് പോകാൻ. ഇപ്പം ഞാൻ ഈ എക്സിന് പകരം എക്സിന് ഞാനൊരു 10 രൂപയും വൈ എന്ന് പറയുന്നത് ഒരു 3 രൂപയും ഞാൻ എടുത്തു എന്ന് വെച്ചോ. ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ 5 കിലോമീറ്റർ സഞ്ചരിച്ചു. 5 കിലോമീറ്റർ സഞ്ചരിച്ചു. 5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് എത്ര രൂപ പേ ചെയ്യേണ്ടി വരും? നമ്മൾ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ എങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാലും ഇതെങ്ങനെയാണ് നമ്മൾ ടാക്സി ഫെയർ കണക്കാക്കുന്നത്?
A fixed charge together with a charge for the distance covered means charge per kilometer ഫിക്സഡ് ചാർജും കൂടെ രണ്ടും കൂടെ ചേർന്നതാണ് ഈ 5 കിലോമീറ്ററിന് അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം there is a fixed charge അല്ലെ, എക്സ് എന്തായിരുന്നാലും കൊടുക്കണം, പ്ലസ് ചാർജ് പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഓരോ കിലോമീറ്ററിനും 3 രൂപ വെച്ച് ഇങ്ങനെ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു, 5 കിലോമീറ്റർ. അപ്പൊ 5 into 3 ആയിരിക്കും പുള്ളിയുടെ ടോട്ടൽ എന്താണ് ചാർജ് എന്ന് പറയുന്നത് അല്ലെ, ശരിയല്ലേ അല്ലെ. ഇവിടെ 3 എന്ന് പറയുന്നതിന് പകരം y, ദാറ്റ് ഈസ് ഇവിടെ എന്താ പറയുക 10 plus 5 into 3. വാട്ട് ഈസ് ദാറ്റ്? 10 plus 5 into 3, 10 plus 15 which is equal to 25 rupees to be paid. അപ്പൊ 25 രൂപ പുള്ളിക്ക് കൊടുക്കണം. എപ്പോഴാ? ഇഫ് യു ട്രാവൽ 5 കിലോമീറ്റർ, 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പൊ ആ കാൽക്കുലേഷൻ രീതി മനസ്സിലായ? ഫോർ എവറി ട്രാവൽ എത്ര കിലോമീറ്റർ ആകട്ടെ, 1 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ 50 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും ഈ ഫിക്സഡ് ചാർജ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. പിന്നെ ട്രാവൽ ചെയ്യുന്ന ഓരോ കിലോമീറ്ററും നമ്മളൊരു ചാർജ് പെർ കിലോമീറ്റർ വാങ്ങിക്കുന്നുണ്ട്, അതും കൊടുക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എത്ര വരും എന്നുള്ളത് ഇങ്ങനെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യുക? യെസ് ഓർ നോ? യെസ് ഓർ നോ? Yes, sir. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കൂ. ഇവിടെ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റർ, 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത ഒരു വ്യക്തി, ഹി പെയ്ഡ് ₹105. എത്ര രൂപ കൊടുത്തു എന്നുള്ളത് തന്നിട്ടുണ്ട്, 105 രൂപ. ഇതെങ്ങനെയാ കിട്ടുക ഈ 105 രൂപ? ഇതിനകത്ത് ഏതൊക്കെ പാർട്ടാ ഉള്ളത് ഈ 105 രൂപയ്ക്കകത്ത്? ഫിക്സഡ് ചാർജ് മസ്റ്റ് ആണ് അല്ലെ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് പിന്നെന്താ 10y, ബിക്കോസ് 1 കിലോമീറ്ററിന് y rupees വെച്ച് 10 കിലോമീറ്റർ 10y, സോ ഇറ്റ് ഈസ് x plus 10y is equal to 105. That is the first condition which form the equation. Next condition is what? If he travel 15 kilometer, what is his? Means he paid the rupees 155. That means he paid rupees 155 അല്ലെ. എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്ത? 15 കിലോമീറ്റർ പുള്ളി ട്രാവൽ ചെയ്തു. Then one part of that payment is actually the fixed charge, that is pakka. Then what is the next part? It is the charge per kilometer, that is 15 into y. So we get the second equation also. Once you solve this equation, you get what is that x and what is that y. ശരിയല്ലേ? എക്സും വൈയും കിട്ടില്ലേ? കിട്ടില്ലേ? എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോമീറ്ററിന്റെ വേണമെങ്കിലും ചാർജ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? പറ്റത്തില്ലേ? Yes, sir. Yes, sir. ഓക്കെ, ഗുഡ്. അടുത്തത് ഈ ഫ്രാക്ഷൻ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. എ ഫ്രാക്ഷൻ becomes 9/11 if 2 is added to both the numerator and denominator, and if 3 is added to both numerator and denominator, it becomes 5/6. Find the fraction. So fraction എന്ന് പറയുമ്പോൾ നമുക്കറിയാം, fraction means it has the form x by y or p by q, whatever it is. ഫ്രാക്ഷന്റെ പ്രത്യേകത വേറൊരു പ്രത്യേകത കൊണ്ട് y is not നമുക്ക് 1 ആണെന്ന് പറയാനും പറ്റത്തില്ല. എനിവേ അതിപ്പോ ഇവിടെ ബാധകമല്ല, നമ്മൾ എക്സ് ബൈ വൈ എന്നുള്ളതാണ്. When 2 is added to both numerator and denominator, so when you add 2 to this numerator and denominator, the fraction become എന്തായി? 9/11. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ആയിരുന്നു ഫ്രാക്ഷൻ? എക്സ് ബൈ വൈ ആയിരുന്നു. പക്ഷെ എക്സ് ബൈ വൈ ആയിരുന്ന ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിലും 2 ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ആ ഫ്രാക്ഷൻ എന്തായി മാറി? 9/11 ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. സോ വൺസ് യു ഹാവ് ദിസ്, വാട്ട് യു നീഡ് ടു ഡു? നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യണം. 11 into x plus 2 is equal to 9 into y plus 2. 11x plus 22 equal to 9y plus 18. That is 11x minus 9y
is equal to 18 minus 22, which is equal to negative 4. 11x minus 9y is equal to negative 4. Equation number 1. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് അടുത്ത? The same x by y, the fraction x by y, we have added what? 3 to its numerator and denominator, that is x plus 3 and y plus 3. Then the fraction changed to 5 by 6. Fraction changed to 5 by 6. അപ്പോൾ 5 by 6 ആയിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ ആക്കി മാറ്റാം. പിന്നെ യു സോൾവ് ദിസ് ആൻഡ് ഫൈൻഡ് ദിസ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ദാറ്റ് ആർ ആക്ച്വലി എക്സ് ആൻഡ് വൈ. സോ ഇവിടുത്തെ വേരിയബിളൊക്കെ ഞാൻ ഇനി പ്രത്യേകം പറയാത്ത ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അതിന് സമയമായില്ലല്ലോ സാറേ. പിന്നെ സാറിന് ഇനി 7 മിനിറ്റ് ഉണ്ട്. അതുവരെ എവിടെയെങ്കിലും പോയിരുന്നു. വെയിറ്റ് ഒന്നും ചെയ്യണ്ട, സാർ എവിടെയെങ്കിലും പൊയ്ക്കും. Okay, it become 5 by 6. അപ്പോൾ x plus 3 by y plus 3 is equal to 5 by 6. Correct? Then you solve this to get what is x and y, and that is the fraction x by y. Clear? Clear? Yes or no? Yes, sir. Okay, good. Yes, sir. Okay, അടുത്ത question. അടുത്ത 5 years hence, the age of Jacob will be 3 times that of his son. 5 years ago, Jacob's age was 7 times that of his son. What are their present ages? So it's very similar to the first question we discussed. അല്ലേ? അപ്പോൾ അത് എന്തായിരിക്കും നമ്മുടെ വേരിയബിൾ എന്താ? ലെറ്റ് the present ages of പറഞ്ഞേ, ആരും ഇല്ലേ പറയാൻ? X. Jacob and his son. അല്ലേ? Be what? X and y respectively. Correct? So once you defined the variable, the next part is what? Identifying the conditions which may actually help us to make the equation. So what is the first condition? A redefining of variable is necessary because 5 years hence. 5 years hence means? 5 years hence means? X plus 5. After 5 years. After 5 years. എന്താണ്? After 5 years, there are variables to be redefined. Means Jacob's age become x plus 5. And what about his son's age? Y plus 5. 5 plus 5. And what is the relation between these two ages? The age of Jacob will be 3 times that of his son. So this age, Jacob's age, is equal to 3 times that of his son. Okay? So the first equation is wrong. Then 5 years ago. So again, the variable is to be redefined. 5 years ago means? Ago means? Tell me. X minus 5, which is equal to x minus 5 and y minus 5 വരും അല്ലേ? Y minus 5. Then what is x minus 5 is equal to? 7 times that. 7 times. So we have the second condition. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? Yes, sir. Okay, good. Yeah. Okay. Now next is what? If we added 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. And it becomes 1 by 2 if we add 1 to the numerator and 1 to the numerator. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ലെറ്റ്സ് ടേക്ക് ദറ്റ് ഫ്രാക്ഷൻ ആസ് x by y by taking by y. numerator as x and y denominator as y.
And if you add 1 to the numerator and subtract 1 from the denominator, so you add 1 to the numerator and subtract 1 from the denominator. It is from the denominator, so y minus 1 is happening. It's equal to 1. Alle? Now, subtract 1 from the denominator, it becomes 1 equal to 1. That is equation number 1. The second one is what? It becomes 1 by 2 if you add 1 to the denominator alone. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? X by y was the by fraction. y plus 1. When you add only 1 to the denominator, this fraction become 1 by 2. 1 by. So we have these two conditions and so solve it to get the linear equations corresponding to this condition. Next. Five years ago, Nuri was thrice as old as Sonu. 10 years later, Nuri will be twice as old as Sonu. Now, how old Nuri and Sonu? So now, ഇപ്പോൾ എത്ര വയസ്സുണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താ? പെർസെൻറ്റേജ് എന്താ എടുക്കാം? ഇതെല്ലാം ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് ബി ടേക്കൺ ആസ് വാട്ട്? X and Y. Now 5 years ago means വേരിയബിൾ റീഡിഫൈൻ ചെയ്യണം. എന്താണത്? X minus 5, Y minus 5. നൂറി വാസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. ഇപ്പം നൂറിയുടെ ഏജ് X ആണെങ്കിൽ അത് ത്രൈസ് ഓൾഡ് ആസ് സോനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 3 times of Y minus 5. ശരിയല്ലേ? കറക്റ്റ്? Yes, sir. Sir. Then 10 years later means പറഞ്ഞേ എന്താ വരിക? X minus 10 and Y minus 10. What is that connection? Twice as old as Sonu. So it is equal to Sir, 2 X plus 10. 5 10 years. sir. Sorry, 5 years later. I'm sorry. 5 years later means it is X plus 10 and Y plus 10. I'm sorry. അല്ലേ? 10 years later എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം 10 years later it is എന്താണ്? X plus 10 and Y plus 10, and the relation between that two variable is what? X plus 10 is what? Double of Y plus 10. So 2 into Y plus 10. Correct? Yes, sir. Okay, good. ഓ, സമയമായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കാൻ സമയമുണ്ട്. ഇതും കൂടെ പറഞ്ഞോട്ടെ. ഇതും കൂടെ പറഞ്ഞിട്ട് വിട്ടേക്കാം. ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ടാവോ? അതെ, ഇതും കൂടെ പറഞ്ഞേട്ടെ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. The sum of the digits of a 2-digit number is 9. Also, 9 times this number is twice the number obtained by reversing the order of the digits. Find them. Very, very important question. Okay. But there is a 2-digit number. 9 times this number is twice the number obtained by reversing the order of the digits. Find the number. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ? ഒരു 2-digit നമ്പർ ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 2-digit നമ്പർ എടുത്ത് XY എന്നങ്ങ് പറയാം. പക്ഷെ 2-digit നമ്പർ XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു യൂസ് വേരിയബിൾസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? XY എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മളൊരു വേരിയബിൾ ഇറ്റ് ഈസ് ഈക്വൽ ടു X into Y എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ദിസ് വേ ഓഫ് റെപ്രസെൻറ്റിംഗ് എ 2-digit നമ്പർ യൂസിങ് വേരിയബിൾ ഈസ് നോട്ട് ഫീസിബിൾ. സോ വി റിക്വയർ സം അതർ വേ ഓഫ് റെപ്രസെൻറ്റിംഗ് this 2-digit number. നമുക്ക് ഇനി നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ മറ്റൊരു വേ ഉണ്ട്. എന്താ അത്? എങ്ങനെയാ നമ്മൾ എക്സ്പെൻഡ്? ഇപ്പൊ 23 എന്ന് എഴുതാം ഒരു നമ്പറിനെ. 23 എന്ന് എഴുതാം. പിന്നെ എങ്ങനെ എഴുതാം? 2 into 10 plus 3 എന്നും എഴുതാം. ഇത് ഡെസിമൽ വാല്യൂ വെച്ച് എക്സ്പാൻഷൻ അല്ലേ? അപ്പൊ നമ്മൾ ആ ഫോമിൽ എഴുതുന്നതായിരിക്കും ഇവിടെ ഉചിതം. കാരണം യൂസ് ദ പ്ലേസ് വാല്യൂ ടു റെപ്രസെന്റ് ദ നമ്പർ പ്രോപ്പർലി. ബിക്കോസ് ഈ X എന്ന് പറയുന്നത് ഇതിന്റെ ഫേസ് വാല്യൂ ആണ്, Y എന്ന് പറയുന്നത് അതിന്റെ ഫേസ് വാല്യൂ ആണ്. അതുകൊണ്ട് ഈ ഫേസ് വാല്യൂസ് മാറത്തില്ല. അപ്പൊ ഫേസ് വാല്യൂ നമുക്ക് അങ്ങനെ വെച്ചിട്ട് പറയാം. അപ്പൊ XY ആണ് നമ്മൾ 2-digit നമ്പർ എങ്കിൽ ഇറ്റ് മീൻസ് X into 10, ദാറ്റ് ഈസ് 10x അല്ലേ? X into 10 എന്ന് പറഞ്ഞാൽ 10x. 10x plus Y ആയിരിക്കും നമ്പർ. ശരിയല്ലേ? ശരിയല്ലേ? ശരിയല്ലേടെ? അപ്പൊ ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളണം. 10x plus 5. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി അസൈൻഡ്
വേരിയബിൾ എക്സ് ആസ് എന്താണ് ടെൻസ് പ്ലേസ് അല്ലെ. ടെൻസ് പ്ലേസിൽ നമ്മൾ കൊടുത്തതാണ് എന്താണ് എക്സ്. The face value of x is assigned to the tens place and y to unit place. അപ്പം നിങ്ങൾ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായി പറയണം. Let x be the number in tens place and y be the number in the unit digit of a unit place of a 2-digit number എന്ന് കൃത്യമായി പറയണം. So then only you can write the number as 10x plus y. For a number like 23 or 42, it's not a problem because you can easily read it as what 42 or 23. But for a number like xy, if you write a 2-digit as xy, it won't read as what xy. It is actually x into y. So better അവിടെ എന്ത് ചെയ്യണം നിങ്ങൾ 10x plus y ഫോമിൽ എഴുതണം. That means specify the place value of that particular number. അത് വളരെ സിമ്പിൾ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനൊന്നുമില്ല. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ 2-digit നമ്പർ ഈസ് 9 എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണല്ലോ അതിന്റെ ഫേസ് വാല്യൂസ് ആൻഡ് their sum is given as 9. So this is equation number 1. The second condition എന്താ പറയുന്നത്? 9 times this number is twice the number obtained by reversing the digits. 9 times this number. 9 times which number? The 2-digit number. So 9 times this number എന്ന് പറഞ്ഞാൽ 9 into 10x plus y എന്ന് പറയുന്നതാണല്ലോ 9 times this number. ശരിയല്ലേ? ശരിയല്ലേ? Correct? Yes, sir. 9 times this number, which is twice the number obtained by reversing the order of the digits. അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 23 ആണ് നമ്പർ എന്ന് വെച്ചു. What happens when you reverse the order of the digits like 2, 3 എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരും 32 അല്ലെ. അതായത് ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് ഇവിടെ എന്തായി മാറുന്നു? ടെൻസ് പ്ലേസിലും ടെൻസ് പ്ലേസിലുള്ളത് യൂണിറ്റ് പ്ലേസിലേക്ക് മാറുന്നു. അതാണല്ലോ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുന്നത്. സോ യു ഐഡന്റിഫൈ ദ നമ്പർ വെൻ യു റിവേഴ്സിംഗ് ദ ഓർഡർ വിച്ച് ഈസ് ദ 2-digit നമ്പർ. ഇപ്പൊ 10x plus y ആണ് ഇപ്പോഴത്തെ നമ്പർ. സോ വെൻ യു റിവേഴ്സ് ദ ഓർഡർ ഓഫ് ദ ഡിജിറ്റ്സ് വാട്ട് ഇറ്റ് ബിക്കംസ്? പറഞ്ഞേ. 10y plus x. 10y plus x. ഈ നമ്പറും തമ്മിലുള്ള റിലേഷനാ പറഞ്ഞേക്കണേ. എന്താ പറഞ്ഞേക്കണേ? 9 times this number means ഈ നമ്പറിന്റെ 9 times എന്ന് പറയുന്നത് twice the number obtained by reversing the order. So this is the number obtained by reversing its order. So let us write that here. The 10y plus x and this number obtained by reversing the order into 2 is equal to 9 times this number. Correct? So we got that relation. Is that okay? Is that clear? When the 90x plus 9y is equal to 20y plus 2x. That is 70y. Sorry. എന്താ വരും? 90 minus 2x. എന്താ വരും? എത്ര? 88x. Equal to എന്താ വരും? 11y or 11y അല്ലേ? That is y is equal to 8x. Equation number 1. We have another one equation here, x plus y is equal to 9. Substitute it and get the value of x and y. That will give you the number. Number means you get x and y. It doesn't mean that xy is the number. You have to substitute it here. Okay, 10x plus y substitute ചെയ്ത് കഴിഞ്ഞാലേ നമ്പർ കിട്ടുള്ളൂ. Okay, thank you. ഈ ക്ലാസ്. Thank you, sir. Okay. You can leave.